ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമ്മളെല്ലാവരും സന്തോഷമുള്ള അതിരങ്ങളാൽ സന്തോഷമുള്ള മുഖത്താലാണ് ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. നാം എപ്പോഴും പണ്ട് കേൾക്കാതെ ഉള്ളതുപോലെ ഉയർപ്പിൻ പൊൻ പുലരി. എനിക്ക് തോന്നുന്നു ഞായറാഴ്ചത്തെ വാക്കുകളെ ഒരു ഞായറാഴ്ചയെക്കുറിച്ച് ഒരുപക്ഷെ അങ്ങനെയും കൂടി പറഞ്ഞ് പണ്ട് കേൾക്കാറുണ്ട്. യേശു ക്രിസ്തു ഉയർത്ത് ജീവിച്ച് നമുക്ക് വേണ്ടി നിലനിൽക്കുന്നതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ദിവസത്തെ കൂടി വന്ന ദൈവത്തെ ആരാധിക്കുവാൻ തക്കവണ്ണം ചിന്തിച്ചതും കൂടി വന്നതുമെല്ലാം. അതുകൊണ്ടുണ്ടായ നമ്മുടെ വ്യത്യാസം നമുക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു, നമുക്ക് ദൈവത്തിൻ്റെ മക്കളാകുവാൻ സഹായിച്ചു. അതുകൊണ്ട് ഞാനങ്ങനെ പൊതുവേ ഇങ്ങനെ കമാൻഡായിട്ട് പറയുന്ന ഒരു ചിന്താഗതി എനിക്കില്ല. കാര്യം എനിക്ക് അങ്ങനെ പറയാൻ സാധിക്കില്ല. പക്ഷേ ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്, നമ്മളുടെ പെന്തക്കോസ്തിൻ്റെ ശക്തി നമ്മളുടെ ഇടയിൽ വീണ്ടും കടന്നു വരണമെങ്കിൽ നാം ഹൃദയം തുറന്ന് ദൈവത്തിന് നമുക്ക് ലഭിക്കുന്ന എല്ലാ സമയവും പരിശുദ്ധാത്മാവിൽ നമുക്ക് ആരാധിച്ച് നമ്മുടെ പെന്തക്കോസ്തിൻ്റെ പ്രത്യേകത പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ്. അതിങ്ങനെ നിലച്ച ഒരു വെള്ളമല്ല, നിലച്ച ഒരു ലേക്കിനെ തടാകം പോലെ കെട്ടി നിൽക്കുന്നൊരു വെള്ളമല്ല, മറിച്ച് അത് ദിനംതോറും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഡൈനാമിക് ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റാണ്. അതിൽ വെള്ളം പുതുതായി കടന്നു വരും, മഞ്ഞുരുകും, വെള്ളം അതിലൂടെ ഒഴുകും. ജീവനുള്ള ഒരു ജലമാണ് പെന്തക്കോസ്തിൻ്റെ അനുഭവം. അതുകൊണ്ട് തന്നെ യേശു ക്രിസ്തു ഉയർജീവിക്കുന്നു. നമുക്ക് 2 പാട്ടുകൾ പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാൻ പോവുകയാണ്. നമ്മളുടെ മുഴുവൻ ശക്തിയോടെ മുഴുവൻ ബലത്തോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് ലഭിച്ച ഈ അവസരം നാം നഷ്ടമാക്കരുത്. നമ്മളുടെ ഇടയിൽ നാമാണ് നമ്മുടെ തലമുറയ്ക്ക് വേണ്ടിയിട്ട് ദൈവത്തിൻ്റെ വഴികളെ തുറന്നു കൊടുക്കേണ്ടതും നാം പ്രവർത്തിക്കേണ്ടതും. ആ അവസരം നമ്മൾ ഒരിക്കലും നഷ്ടമാക്കാതെ നമ്മളിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഉള്ളവർ അന്യഭാഷയിൽ ആരാധിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ മുഴു ശക്തിയോടെ മുഴു ബലത്തോടെ മുഴു ആത്മാവോടെ നമുക്ക് ദൈവത്തെ ആരാധിക്കുവാനുള്ള സമയമാണ്. അതിനുവേണ്ടി നിങ്ങൾക്ക് എഴുന്നേൽക്കണമെങ്കിൽ എഴുന്നേൽക്കാം, നൃത്തം ചെയ്യണമെങ്കിൽ നൃത്തം ചെയ്യാം, കൈയടിക്കണമെങ്കിൽ കൈയടിക്കാം, ഇരിക്കണമെങ്കിൽ ഇരിക്കാം. നിങ്ങൾ ഇഷ്ടമുള്ള പോലെ നിങ്ങൾ ചെയ്യാം. മറിച്ച് ദൈവത്തെ ആരാധിക്കുന്നതാണ് നമ്മളുടെ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനാൽ ദൈവമേ, ഞങ്ങൾ ഒരുക്കണമേ, എങ്ങളുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ കടന്നു വരും, ഞങ്ങളെ സഹായിക്കണമേ. ഹല്ലേലൂയ. യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു, ലോകത്തിൽ ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു, ഇഹലോകത്തിൽ താനിനി വേഗം വരും, രാജരാജനായി വാണിടുവാൻ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഘോരകര വിഷപല്ലു തകർന്നതാകയാൽ, മരണത്തിൻ ഘോരകര വിഷപല്ലു തകർന്നതാകയാൽ, ഇനി തെല്ലും ഭയമെന്നെ മൃത്യുവിനെ നമ്മൾ വെല്ലുവിളിക്കുകയാ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. യേശു ജീവിക്കുന്നായതിനാ ഞാനും എന്നേക്കും ജീവിക്കയാ. യേശു ജീവിക്കുന്നായതിനാ ഞാനും എന്നേക്കും ജീവിക്കയാ. ഇനി തന്നെ പിരിഞ്ഞൊരു ജീവിതമിൽ എനിക്കെല്ലാം എന്നേ
നമുക്കൊരു പാട്ടും കൂടെ പാടി ദൈവത്തെ ആരാധിക്കാം. ഹല്ലേലൂയ. നീ എൻ്റെ സങ്കേതവും നീ എൻ്റെ കോട്ടയും നീ എൻ്റെ പ്രാണനാഥൻ നീ എൻ ദൈവം പാടാം. നീ എൻ്റെ സങ്കേതവും നീ എൻ്റെ കോട്ടയും നീ എൻ്റെ പ്രാണനാഥൻ നീ എൻ ദൈവം. അതുകൊണ്ട് ഞാൻ ഹല്ലേലൂയ ആരാധിക്കും ഞാൻ പൂർണ്ണഹൃദയമോടെ. തേടും നിൻ മുഖം ജീവകാലമെല്ലാം. സേവിച്ചിടും ഞാൻ എൻ സർവ്വവുമായി. ആടിയരിതാ ഹല്ലേലൂയ. അടിയനിതാ. ആടിയരിതാ ദേവാ. ആടിയരിതാ ദേവാ. നിങ്ങൾ കടന്നു വരൂ. ആടിയരിതാ ദേവാ. ആടിയരിതാ. നീ എൻ്റെ രക്ഷകൻ. നീ എൻ്റെ രക്ഷകനും നീ എൻ്റെ വൈദ്യനും നീ എൻ്റെ ആനന്ദവും നീ എൻ ദൈവം. നമ്മൾ പാടാം. ഹല്ലേലൂയ. നീ എൻ്റെ രക്ഷകൻ. നീ എൻ്റെ രക്ഷകനും നീ എൻ്റെ വൈദ്യനും ഹല്ലേലൂയ. കർത്താവേ, സ്തോത്രം. ഹല്ലേലൂയ. നീ എൻ്റെ ആനന്ദവും നീ എൻ ദൈവം. ആരാധിക്കും ഞാൻ